ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയ സമയത്ത് ഒന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് തോന്നുന്നുണ്ടോ? അംഗീകാരം കിട്ടിയതിനുള്ള വേൾഡ് മലയാളി അസോസിയേഷന്റെ സ്വീകരണം 19-ാം തീയതിയല്ലേ? ആ മുഹൂർത്തത്തിന് സാക്ഷികളായി മലയാള ഭൂമിക്ക് വേണ്ടി ഞങ്ങളും ഉണ്ടാവും സർ. വെൽക്കം. മലേഷ്യൻ മലയാളികളായ നമുക്കേവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഈ സുദിനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏതായാലും ഞാനധികം നീട്ടുന്നില്ല. നമ്മുടെ മുഖ്യാതിഥിയെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി എന്നും പിന്നരകിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ അരവിന്ദൻ ആദ്യമായി ഈ വേദിയിലെത്തുകയാണ്. ശ്രീ അരവിന്ദൻ. സഹൃദയ സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ എനിക്ക് പറയാൻ കഴിയും, അത് ഈ മുഹൂർത്തമാണെന്ന്. മലയാളികൾക്ക് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം. അതാണ് ശ്രീ സേതുനാഥന് കിട്ടിയ ഈ അംഗീകാരം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കിട്ടിയ ഈ നിമിഷം മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അസോസിയേഷന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതൊരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. സ്വന്തം എന്ന ഒറ്റ നോവലിലൂടെ നമുക്ക് ഏവർക്കും സ്വന്തമായി തീർന്ന കഥകളുടെ ഈ രാജശില്പിയെ വേൾഡ് മലയാളി അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പ്രവാസ ജീവിതത്തിന്റെ തിരക്കിനിടയിലും മലയാളത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മഹാമനസ്കതയ്ക്കും പിന്നെ എനിക്ക് നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിനും നന്ദി. അധികമാരാലും അറിയപ്പെടാതെ അവസാനിച്ചു പോകുമായിരുന്ന എന്റെ ഈ ജന്മം ഇന്ന് ഭാരതത്തിന്റെ അതിരുകൾ കടന്നറിയപ്പെടും വിധത്തിൽ എത്തിച്ചേർന്നെങ്കിൽ അതിനെന്നെ പ്രാപ്തനാക്കിയത്, എന്നിലെ കവിയെയും സാഹിത്യകാരനെയും കണ്ടെത്തിയത്, കവിതയെയും സംഗീതത്തെയും നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ചിരുന്ന ഒരു രാപ്പാടിയാണ്. എവിടെയായിരുന്നാലും എന്റെ അക്ഷരക്കൂട്ടുകൾക്ക് കാതോർത്തിരിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ട് പാടിത്തീർക്കാത്ത ഒരുപാട് രാഗങ്ങളും ബാക്കി വെച്ച് അവളെങ്ങോ പറന്നുപോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്, കാതോർത്തിരിക്കുന്ന അവൾ കേൾക്കാൻ. എനിക്കറിയാം, ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും അവളുടെ അരികിലേക്ക് എന്റെ വരികൾ ഒഴുകിയെത്തും. ആ രാപ്പാടിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കട്ടെ. Excuse me, uncle. A gift for you. താങ്ക് യു. എന്താ മോളുടെ പേര്? താര. ഇതെവിടുന്നാ? മമ്മി നന്ന അയച്ചതാ. മമ്മി ഇവിടെ? സാർ നമസ്കാരം. സാറ് പറഞ്ഞനുസരിച്ച് വീണ്ടും ഞാൻ ആ പബ്ലിഷിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? വീണ്ടും പഴയ മറുപടി തന്നെ. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളിനെ അജ്ഞാതനായി ഇരിക്കാനാണ് അത്രയും മോഹം. പബ്ലിഷിംഗ് കമ്പനിയുമായി അങ്ങനെ ഒരു എഗ്രിമെന്റും ഉണ്ട്. സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തായാലും എന്റെ അജ്ഞാത സുഹൃത്തിന് നന്ദി. നോവലിന്റെ ആത്മാവ് ചോർന്നു പോവാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, മഹാഭാഗ്യം. മറ്റൊന്നും കൊണ്ടല്ല, എത്ര നിർബന്ധിച്ചിട്ടും അറിയാൻ അവളുടെ സ്വഭാവം. പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. ശരി സേതു, നമ്മുടെ ടിക്കറ്റ് ഒക്കെ ശരിയാ? ഫ്ലൈറ്റ് റൈറ്റ് ടൈമാണ്. എയർപോർട്ട് വരെ ഞാനും ഉണ്ടാകും കൂടെ. താങ്ക് യു. താങ്ക് യു.
ഓക്കെ ദെൻ സീ യു. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയട്ടെ. താങ്ക് യു. നമസ്കാരം സാർ. എന്താണല്ലേ, സുഖല്ലേ? ആഹാ, സ്വാമി പാന്റിനകത്ത് കയറി. എന്താടാ പൂത്തോക്കടാ, സുഖം തന്നെയല്ലേ? ഇതാ പെട്ടി പിടിക്ക്. കൊണ്ടുപോയി. മലേഷ്യ എന്നുള്ള പാറയെല്ലാം കൂടെ എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഈ സ്വാമി. എന്താ സ്വാമി നമ്മുടെ യാത്രയെക്കുറിച്ച്? എനിക്കെന്തോ ഒന്നും മറക്കാൻ കഴിയുന്നില്ല. മനസ്സിനെന്തോ വല്ലാത്തൊരു... അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒരു യാത്ര ആയിരുന്നില്ലല്ലോ അത്. അയ്യോ, ഞാനേ ഒരു ലെറ്റർ തരാൻ മറന്നുപോയി. ലെറ്ററോ? അതെ, അരവിന്ദൻ തന്നതാ. ഇതെന്താ അവിടെ വെച്ച് തരാത്തത്? അല്ല, നാട്ടിലെത്തിയിട്ട് തന്നാ മതി എന്ന് പ്രത്യേകം അദ്ദേഹം എന്നോട് പറഞ്ഞോണ്ടാ. ഓ, 5-6 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഓ. സേതുവേട്ടന് ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ എഴുത്തുകാരനായി ലോകം അംഗീകരിച്ചു അല്ലേ? സന്തോഷമായി. ഈ കത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച അരവിന്ദനെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്റെ ഭർത്താവാണ്. എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പബ്ലിഷിംഗ് കമ്പനിയുമായി കറസ്പോണ്ടൻസ് നടത്താനും എല്ലാം എന്നെ സഹായിച്ചത് അദ്ദേഹമാണ്. എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ? പൂവ് സമ്മാനിക്കാൻ ഏൽപ്പിച്ചപ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. ഇനിയും എഴുതണം, ഒരുപാട് വലിയ വലിയ അംഗീകാരങ്ങൾ നേടണം. എവിടെയായാലും ഞാൻ കാതോർത്തിരിക്കും. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ